ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 നമ്മുടെ പബ്ലിക് എക്സാം, ബോർഡ് എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് സയൻസിലെ മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഓരോ ചാപ്റ്റേഴ്സിൽ, അതായത് സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ വരുന്ന ഓരോ ചാപ്റ്റേഴ്സിലും വരുന്ന മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CBSEയുടെ കോഴ്സ് സ്ട്രക്ചർ. 10th ആനുവൽ എക്സാമിനേഷന് 2025-26 അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കെമിക്കൽ സബ്സ്റ്റൻസ്, നേച്ചർ ആൻഡ് ബിഹേവിയർ, ഇത് നമുക്ക് വരുന്നത് കെമിസ്ട്രിയിലാണ്. കെമിക്കൽ സബ്സ്റ്റൻസ് നമുക്ക് വരുന്നത് കെമിസ്ട്രിയിലാണ്. നേച്ചർ ആൻഡ് ബിഹേവിയർ 25 മാർക്സ് ആണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, വേൾഡ് ഓഫ് ലിവിങ് നമുക്ക് വരുന്നത് ബയോളജിയിലാണ്. ഓക്കെ, അതിന് 25 മാർക്സ് വെയിറ്റേജ് ഉണ്ട്. നാച്ചുറൽ ഫിനോമിന വരുന്നത് ഫിസിക്സിലാണ്. ഓക്കെ, അതിന് 12 മാർക്സ് ആണ് നമ്മളെ വെയിറ്റേജ്. എഫക്ട്സ് ഓഫ് കറണ്ട് ഈസ് ഓൾസോ കംസ് ഇൻ ഫിസിക്സ്, 13 മാർക്സ് ആണ് നമ്മളെ വെയിറ്റേജ്. നാച്ചുറൽ റിസോഴ്സസും ഫിസിക്സിലാണ് വരുന്നത്, അതിന് നമ്മളെ വെയിറ്റേജ് 5 ആണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 80 മാർക്സ് തിയറി പാർട്ട്, 20 മാർക്സ് നിങ്ങളെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആണ്. അങ്ങനെയാണ് 100 മാർക്സിൻ്റെ ടോട്ടൽ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കെമിസ്ട്രിക്ക് നമുക്ക് 25 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ട്, ബയോന് 25 ഉണ്ട്, ഫിസിക്സിന് 12 + 13 + 5 25 + 5 30 മാർക്സിൻ്റെ വെയിറ്റേജ്. സോ ടോട്ടൽ 30 + 50, സോ 25 + 25 + 30 = 8. ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, 20 മാർക്സ് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആയിരിക്കും. ടോട്ടൽ അങ്ങനെയാണ് 100 മാർക്സ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ CBSEയുടെ മാർക്കിംഗ് സ്കീമാണ്. അവരെങ്ങനെയാണ് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഓരോ ചാപ്റ്റേഴ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചാപ്റ്റേഴ്സിന് മാർക്സിൻ്റെ വെയിറ്റേജ് എങ്ങനെയായിരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. നിങ്ങൾ ഫസ്റ്റ്, അതായത് ഞാൻ ഈ യെല്ലോയിൽ കാണുന്നത് കെമിസ്ട്രിയാണ്. ഈ ബ്ലൂവിൽ കാണാൻ പറ്റുന്നത് ബയോളജിയാണ്. ഓക്കെ, ഈ റെഡ് കളറിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഫിസിക്സ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം കെമിസ്ട്രീൻ്റെ വെയിറ്റേജ് നോക്കാം. 2020 ഇതിൽ DL മീൻസ് ഡൽഹിയും ODL എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഡൽഹിയുമാണ്. ഓക്കെ, നമ്മൾ ഔട്ട്സൈഡ് ഡൽഹി മാത്രം നോക്കുന്നുള്ളൂ. 2020 7 ആയിരുന്നു വെയിറ്റേജ്. ഓക്കെ, 2022 2023 6 ആണ് വെയിറ്റേജ്. 2024 7 മാർക്സ് ആയിരുന്നു വെയിറ്റേജ്. 2025 6 മാർക്സ് ആയിരുന്നു വെയിറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് മനസ്സിലാവും, 7 6 7 6. അപ്പോൾ മിക്കവാറും 6 or 7 ആയിരിക്കും നമുക്ക് ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്സ് ആണ്. 2020 5 മാർക്സ് ആയിരുന്നു വെയിറ്റേജ്. 2023 10 മാർക്സ് വെയിറ്റേജ് ഉണ്ടായിരുന്നു. 2024 5 ആണ്. 2025 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വർഷവും 5 or 6 എക്സ്പെക്റ്റ് ചെയ്യാം ഓൺ എൻ ആവറേജ്. ഓക്കെ, നമ്മൾ തേർഡ് ചാപ്റ്റർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. 2020 5 മാർക്സ് ആയിരുന്നു. 2023 6 മാർക്സ്. 2024 7 മാർക്സ്. 2025 7 മാർക്സ്. അപ്പോൾ നമുക്ക് 6 or 7 ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 2020 7 മാർക്സ് വെയിറ്റേജ് ഉണ്ടായിരുന്നു. 2022 5 മാർക്സ് ഉണ്ടായിരുന്നു. 2023 6 മാർക്സ് ഉണ്ടായിരുന്നു. 2024 6 മാർക്സ്. 2025 6. അപ്പോൾ മിക്കവാറും നമുക്ക് ഈ വർഷം 6 മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ. ദെൻ നമ്മൾ അടുത്ത പോകുന്നത് ബയോളജിയിലേക്കാണ്. ബയോളജി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്സസ്. അതിൽ നമുക്ക് 2020 8 മാർക്സിൻ്റെ വെയിറ്റേജും, 2023 10 മാർക്സ്, 2024 8, 2025 6. നിങ്ങൾക്ക് കാണാൻ പറ്റും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. മിനിമം ഒരു 5 to 6 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മിനിമം. ഓക്കെ, ദെൻ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ 2020 4 മാർക്സ് ആയിരുന്നു. 2023 1 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. 2024 6, 2025 7. 6 to 7 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് നമ്മുടെ തേർഡ് ചാപ്റ്റർ 5 മാർക്സ് ആണ് 2020 ചോദിച്ചിട്ടുള്ളത്. 2022 7 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. 2023 5 മാർക്സ് ആയിരുന്നു. 2024 10, 2025 7. സോ നല്ല വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. നമുക്ക് മിക്കവാറും 6 to 7 എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ,
ദെൻ ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ, ചില പോർഷൻസ് ഡിലീറ്റഡ് ആണ്. 2020 6 മാർക്സിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2022 6 മാർക്സ്, ദെൻ 1 മാർക്ക് 5 മാർക്സ് ഓർ 5 to 6 മാർക്സ് നമുക്ക് ഈ ബയോളജിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബയോളജീൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ ഫിസിക്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫിസിക്സിൽ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 2020 11 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു, 2023 9 മാർക്സ്, 2024 10 മാർക്സ്, 2025 6 മാർക്സ്. സോ വെയിറ്റേജ് കൂടെ നമുക്ക് 7 to 8 മാർക്സ് എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഫിസിക്സിലെ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്, അതിന് നമുക്ക് 4 മാർക്സ് ആയിരുന്നു 20 വെയിറ്റേജ്. ദെൻ 23 5 മാർക്സ്, 24 2 മാർക്സേ ഉണ്ടായിട്ടുള്ളൂ, 25 6 മാർക്സ്. 5 to 6 നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇലക്ട്രിസിറ്റി, ഇതേപോലെ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയിൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് 8, ദെൻ 6, 8, 8, 7 to 8 നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിലെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ചില പോർഷൻസ് ഡിലീറ്റഡ് ആണ്. ഓക്കെ, 2 മാർക്സ് ആയിരുന്നു 20 വെയിറ്റേജ്, 6 മാർക്സ് 22 ഉണ്ടായിരുന്നു, 23 5 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു, 24 5 മാർക്സ്, 25 6 മാർക്സ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്ക് 5 to 6 എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് അവർ എൻവയോൺമെൻറ്റ്, നമ്മൾ ഫിസിക്സിൽ തന്നെ വരുന്നതാണ്. കേസ് സ്റ്റഡി പോലത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കാണാറുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് 20 3 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു, 22 5 മാർക്സ്, 23 5 മാർക്സ്, 24 5 നിങ്ങൾക്കിത് കാണാൻ പറ്റും 5. അപ്പം മിക്കവാറും ഈ വർഷവും നമുക്കൊരു 5 മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ 20 മുതൽ 25 വരെ CBSE അവരെ മാർക്കിംഗ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഈ ട്രെൻഡ് പരിശോധിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിനും ആ മാർക്സ് അവർ ചോദിക്കുന്നത് എങ്ങനെയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ വർഷം നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് ആണ് 2026 പബ്ലിക് എക്സാം, ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാർക്കിംഗ് സിസ്റ്റം. ഓക്കെ, അതിൽ നമുക്ക് കാണാൻ പറ്റും കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്. അതിൽ നമുക്ക് കെമിസ്ട്രി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, നമ്മളൊരു 6 മാർക്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 6 മാർക്സ് ഫസ്റ്റ് ചാപ്റ്ററിന്. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്സ് 3 to 4 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, 3 or 4. ഓക്കെ, തേർഡ് ചാപ്റ്റർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് 8 to 10 മാർക്സ്, വെയിറ്റേജ് കൂടുതലാണ്, നമ്മൾ 8 to 10 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ നമ്മൾ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ്, അതിൽ നമ്മൾ 6 മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കെമിസ്ട്രീൻ്റെ ഒരു ഏകദേശം ഒരു ഈ വർഷം 26 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്ക് വെയിറ്റേജ്. ഓക്കെ, 2026 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദെൻ ബയോളജി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്സിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 7 to 8 ആണ്, 7 or 8. ഓക്കെ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ 4 to 6 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷം. റീപ്രൊഡക്ഷനിൽ 5 to 6 മാർക്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ 4 to 6 മാർക്സ്, 4 to 6 മാർക്സ് നമുക്ക് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷനിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഫിസിക്സിലേക്ക് വരുമ്പോൾ ലൈറ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 9 to 10 മാർക്സ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, 9 to 10. ഓക്കെ, ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് നമ്മൾ മാർക്സ് കുറച്ചേ വെയിറ്റേജ് ഉള്ളൂ, 2 to 3 മാർക്സേ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ 6 to 8 മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മാഗ്നറ്റിക് എഫക്ട്സിൽ 6 മാർക്സ്, ഏകദേശം ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ നമ്മൾ അവർ എൻവയോൺമെൻറ്റ് നമ്മൾ കണ്ടിരുന്നു കോൺസിക്യൂട്ടീവായിട്ട് 5 എന്നുള്ള രീതിയിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 മാർക്സ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വർഷം
നമ്മൾ സയൻസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാർക്കിംഗ് സിസ്റ്റം. CBSE ബോർഡും CBSE എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്